അനാദികാലത്തേക്ക് നിൽക്കേണ്ടതാണോ ആചാരങ്ങൾ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ശിവഗിരി മഹാസമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളാണ് വിവാദമായിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആചാരങ്ങളെക്കുറിച്ച്, ഹിന്ദു സനാതന ധർമ്മത്തെക്കുറിച്ച് പറയാനും ആചാരങ്ങളെക്കുറിച്ച് പറയാനും മുഖ്യമന്ത്രി ആരാണ് എന്ന ചോദ്യമാണ് വി മുരളീധരൻ ഉന്നയിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ വിഷയം നമ്മുടെ ചർച്ചയുടെ ഭാഗമാകുന്നത്. സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ സണ്ണി എം കവിക്കാട്, ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ സണ്ണി എം കവിക്കാട്, വലിയ സാമൂഹിക മാറ്റങ്ങൾക്കും അനാചാരങ്ങൾക്കും അതോടൊപ്പം തന്നെ തൊട്ടുകൂടായ്മയ്ക്കുമൊക്കെ എതിരെ പടപൊരുതി പുതിയ നവങ്ങളായ ആശയങ്ങൾ അവതരിപ്പിച്ച് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഒരു പുരോഗമന സമൂഹം എന്ന നിലയിൽ കേരളം പരുവപ്പെട്ടത്. ഇപ്പോൾ 24 വൈക്കം സത്യാഗ്രഹമായാലും 36 ക്ഷേത്രപ്രവേശന വിളംബരമായാലും ഗുരുവായൂരിലെ വസ്ത്രധാരണത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളായാലും അങ്ങനെ പല സന്ദർഭങ്ങളിൽ അതാത് സാമൂഹിക സാഹചര്യങ്ങൾ, ആ കാലഘട്ടം ആവശ്യപ്പെട്ട പരിവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ ഇന്നൊരു പുരോഗമന സമൂഹം എന്ന നിലയിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പുരോഗമന സമൂഹത്തിൻ്റെ വേദിയിൽ ഇരുന്നു കൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ 2 കാര്യങ്ങൾ. ഒന്ന്, ജാതി മതാതീതമായ ഒരു ആത്മീയതയെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ച ഗുരുദേവനെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരെക്കുറിച്ച്, അതോടൊപ്പം തന്നെ ഈ ആരാധനാലയങ്ങളിൽ മേൽവസ്ത്രങ്ങൾ മാറ്റുന്ന ഒരു നിബന്ധന ഇപ്പോഴും പല ആരാധനാലയങ്ങളുണ്ട്. അതിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സാമൂഹിക ഇടപെടലായി പരിഗണിക്കാമെന്നുള്ളത്. ഇതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? എത്രത്തോളം രാഷ്ട്രീയമായി കൂടി പ്രസക്തിയുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഈ ഭാഗങ്ങൾ? മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളെ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ശ്രീനാരായണ ഗുരുവിനെ പോലെ കേരളീയ സമൂഹത്തെ അടിസ്ഥാനപരമായി തന്നെ മാറ്റിയെഴുതുവാൻ, പൊളിച്ചെഴുതുവാൻ പരിശ്രമിച്ച ഒരു മനുഷ്യൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നൊരു സമയത്ത്, ഒരു കോണ്ടെക്സ്റ്റിൽ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് ധാരണയുള്ള ഏതൊരാളും പറയുന്ന ന്യായമായ കാര്യമാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. ആചാരങ്ങൾ കാലാനുസൃതമായി, വളരെ സൂക്ഷിച്ച് ആണ് ആ വാക്കുകൾ ഉപയോഗിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടണം എന്നാണ്. അത് പരിഷ്കരിക്കണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് വളരെ പെട്ടെന്ന്. അതായത് അമ്പലത്തിനകത്തുള്ളവർ തീരുമാനിക്കും, ആചാരങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവർ തീരുമാനിക്കും, ആചാരങ്ങൾ എങ്ങനെ വേണം, അതിൻ്റെ പ്രാധാന്യം എന്ത് എന്ന അറിവുള്ളവർ അത് തീരുമാനിക്കും, പുറത്തുള്ളവരാരും അഭിപ്രായം പറയേണ്ടതില്ല എന്നാണ് പെട്ടെന്നുണ്ടായ മറുപക്ഷത്തിൻ്റെ ഒരു പ്രതികരണം. നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇവർ പറയുന്ന ഈ ആചാരങ്ങൾ, അത് ഹിന്ദു മതത്തിലെ എന്നല്ല, ഏതു മതത്തിലെ ആയാലും, ഇനി മതത്തിൽപ്പെടാത്തതായാലും ആചാരങ്ങൾ നിത്യമായി നിലനിൽക്കുന്ന ഒരു കാര്യമല്ല എന്ന് സാമൂഹിക ശാസ്ത്രത്തിൻ്റെ ബാലപാഠമറിയാവുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദിമദശകങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ആചാരങ്ങൾക്കകത്തല്ല കേരളീയ സമൂഹം ഇപ്പോൾ ജീവിക്കുന്നത്. തികച്ചും ഭിന്നമായ ജീവിതമാണ് അവർക്കുള്ളത്. ഇത് ഉണ്ടായി വന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ കേവലമായി അങ്ങ് പരിണമിച്ചു വരുന്നതല്ല, സാമൂഹികമായ ഇടപെടലിലൂടെയാണ് ഉണ്ടാവുന്നത്. എനിക്ക് ഈ സനാതനധർമ്മത്തിന് വേണ്ടി മാറ്റമില്ലാതെ ആചാരങ്ങൾ നിലനിൽക്കണം എന്ന് പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ടൊരു ചോദ്യം, നിങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ആചാരം പൊളിഞ്ഞാൽ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച പല ആചാരങ്ങളും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ലോകത്തിപ്പോഴും മനുഷ്യർ ജീവിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? രണ്ടാമതൊരു കാര്യം, നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ ഇത് മാറ്റണോ വേണ്ടയോ എന്ന് അമ്പലത്തിൻ്റെ അകത്തുള്ളവർ തീരുമാനിക്കും, പൂജ അറിയാവുന്നവർ തീരുമാനിക്കുമെന്നൊക്കെ. കേരളത്തിലെ ഏതെങ്കിലും ഒരു മാറ്റം പൂജ അറിയുന്നവർ മാറ്റിയതായിട്ട് നിങ്ങൾക്കറിയാമോ? ഏതെങ്കിലും ബ്രഹ്മചാരി മാറ്റിയതായിട്ട് നിങ്ങൾക്കറിയാം? ശ്രീനാരായണ ഗുരു ഒഴികെ ഈ അമ്പലത്തിൽ പൂജ നടത്തിയവരോ സനാതനധർമ്മത്തിനു വേണ്ടി വാദിച്ചവരോ അല്ല ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അവർക്ക് വെളിയിലുള്ള മനുഷ്യരാണ്. നമ്മളറിയണം, 600 ദിവസത്തിലധികമാണ് വൈക്കത്തെ ജനാവലി ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മതിലൂടെ നടക്കാൻ ശ്രമിച്ചത്. അതല്ലാതെ ഒരു നൈഷ്ഠിക ബ്രാഹ്മണനുമല്ല അവിടെ സമരം ചെയ്ത്
ഈ വൈക്കം ക്ഷേത്രം ഇപ്പോൾ എല്ലാവർക്കും പ്രവേശിക്കാവുന്നൊരു ഇടമാക്കി മാറ്റിയത്. അതൊരു വലിയ കാര്യമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ മനുഷ്യാവകാശം സ്ഥാപിക്കുന്ന ശക്തികളാണ് ആചാരങ്ങളെ പരിഷ്കരിച്ചത്. അതുകൊണ്ട് കാലത്തിനനുസരിച്ച് ഈ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ മാറണമെന്നതിൽ ഇത്ര വലിയ വിളറിയൊന്നും പിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിൻ്റെ കാരണം ഇവർ സാമൂഹിക ജീവിതത്തെ സംബന്ധിച്ച്, സമൂഹത്തിൻ്റെ പരിണാമത്തെ സംബന്ധിച്ച് തികഞ്ഞ അജ്ഞരാണ്. ഒരു പ്രധാന കാര്യം നമ്മൾ നോക്കണം. ഇ.വി. രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ വൈക്കത്ത് അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരുന്ന സമൂഹങ്ങൾ, പ്രത്യേകിച്ച് ബ്രാഹ്മണ സമൂഹങ്ങൾ, മഹാരാജാവിനോട് ചെന്ന് അഭ്യർത്ഥിച്ചിട്ട് ശത്രു സംഹാര ഹോമം നടത്തി EVRന്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് വിചാരിച്ച മണ്ടന്മാരാണ് ആ മനുഷ്യർ. അവരല്ല കേരളത്തെ പരിഷ്കരിച്ചത്. അത്തരം മണ്ടത്തരങ്ങൾ നമ്മൾ ഇനി വിളമ്പരുത്. നമ്മുടെ മുന്നിൽ അനേകം അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളെങ്കിലും മുൻനിർത്തി നമ്മൾ ഗൗരവമായി ഈ സാമൂഹ്യ പരിഷ്കരണം എന്ന കാര്യത്തെ കാണണം. ഇതൊരു മതവികാരത്തെയും വ്രണപ്പെടുത്തുന്ന കാര്യമേ അല്ല. മറിച്ച് നമ്മൾ കൂടുതൽ മാനവികമായൊരു സമൂഹമായി മാറണം. അതാകണമെന്ന് ആഗ്രഹിച്ച് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തെയും വർണ്ണാശ്രമധർമ്മത്തെയും ജാതി വിലക്കുകളെയും ജാതി നിയമങ്ങളെയും എല്ലാം ലംഘിക്കണമെന്ന അഭിപ്രായമുള്ള ആളായിരുന്നു. അതിലൂടെ മതേതരമായ ഒരു മാനവികത രൂപപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കുന്നൊരു ദിവസം മലയാളി യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ട കാര്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മുഖ്യമന്ത്രി ഇന്നവിടെ പ്രസ്താവിച്ചത്. അതിങ്ങനെ എന്തോ ഹിന്ദുമതം തകരാൻ പോകുന്നു, ഹിന്ദുത്വം തകരാൻ പോകുന്നു, സനാതനധർമ്മം തകരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഈ പറയുന്നവർ മനസ്സിലാക്കണം. സനാതനധർമ്മം തകരേണ്ടതാണെന്ന് വിചാരിക്കുന്ന വലിയ സാമൂഹിക ശക്തികളും ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല, ഇത് വേണമെന്ന് പറയുന്നവർ മാത്രമല്ല, വേണ്ടെന്ന് പറയുന്നവരുമുണ്ട് ഇവിടെ. ഈ വേണമെന്ന് പറയുന്നവർക്ക് അതുകൊണ്ട് സാമൂഹികമായ സുരക്ഷയും അധികാരവും ഉണ്ട്. ഇതില്ലാത്തവർ അത് വേണ്ടെന്നാണ് പറയുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം.